ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമ്മുടെ ചട്ടിങ്ങല ഫാമിലിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയുടെ തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഇനി വിഷു ഒക്കെ അല്ലേ വരാൻ പോകുന്നത്. ഇപ്പോഴേ വിഷുയുടെ കാര്യമാണ് ചിന്തിക്കുന്നുണ്ടാവും. നമ്മൾ കണ്ണൂരുകാർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും തെയ്യമൊക്കെ തുടങ്ങുന്ന സമയമായി. അപ്പോൾ ഞാനൊരു അടിപൊളി സംഭവം പരിചയപ്പെടുത്താൻ തന്നെയാണ് വന്നിട്ടുള്ളത്. മീഷോയിലെ ധാവണി സെറ്റുകളെ കുറിച്ചിട്ടാണ് കേട്ടോ. എല്ലാം ഏകദേശം 500-600 റേഞ്ചിലാണ് വരുന്നത്. ചിലതൊക്കെ ഓഫർ വരുന്ന സമയത്ത് 400-ലേക്കൊക്കെ പോവാറുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാത്തിൻ്റെ ക്വാളിറ്റി ഒന്നും പറയാനില്ല, അടിപൊളിയാണ്. ഈ ഒരു പ്രൈസിൽ നമുക്ക് ഇത്രയും നല്ല ക്വാളിറ്റി ഉള്ള ഒരു സംഭവം നമുക്ക് ശരിക്കും പറഞ്ഞാൽ ആ പ്രൈസിനുള്ള വേർത്ത് ഇതുണ്ട്. ഞാൻ എന്തായാലും 3 വാങ്ങിച്ച് 3 സ്റ്റിച്ച് ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഇതിട്ടിട്ടുള്ള വീഡിയോസൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. 2 ഞാൻ ഇട്ടിട്ട് കാണിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കാണാം അല്ലേ. എനിക്ക് ആദ്യം ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള കളർ കോമ്പിനേഷനാണ് ഇത്. അപ്പോൾ എല്ലാം ഞാൻ ഇവിടെ ആഡ് ചെയ്തേക്കാം കേട്ടോ. ഗ്രീനും അതുപോലെ തന്നെ ബ്ലൂവും തമ്മിലുള്ള കോമ്പിനേഷൻ വേണമെന്നുണ്ടായിരുന്നു. ഏകദേശം നമ്മളുടെ ചെറുപയർ പച്ചയാണ് കേട്ടോ. നമ്മളുടെ ദുപ്പട്ടയ്ക്ക് വന്നിട്ട് നേവി ബ്ലൂ കളറാണ്. പ്രൈസും കാര്യങ്ങളൊക്കെ ഞാൻ എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അത് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് അപ്പോഴുള്ള പ്രൈസ് കാണാനായിട്ട് പറ്റും. ഞാൻ വാങ്ങിച്ചതിൽ നിന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് നല്ല പ്രൈസ് ഡ്രോപ്പ് കിട്ടും കേട്ടോ. അതുപോലെ പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ UPI അല്ലെങ്കിൽ നമ്മളുടെ Paytm ഒക്കെ വെച്ച് വാങ്ങിക്കുകയാണെങ്കിൽ നെറ്റ് ബാങ്കിങ് ഒക്കെ യൂസ് ചെയ്ത് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ഓഫർ കൂടി ഉണ്ടാവും കേട്ടോ. അഡീഷണൽ ആയിട്ടും കൂടെ നമുക്ക് ക്യാഷ് നല്ലൊരു ഡിസ്കൗണ്ട് കിട്ടാറുണ്ട്. ഏകദേശം ഒരു 50-90 അങ്ങനെയൊക്കെ ഒരു റേഞ്ചിൽ നമുക്ക് പ്രൈസ് വീണ്ടും കുറഞ്ഞു കിട്ടും. ക്യാഷ് ഓൺ ഡെലിവറി ആകുമ്പോൾ നമുക്ക് ആ ഓഫർ ഉണ്ടാവില്ല കേട്ടോ. അത്രയേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള തരത്തിൽ വാങ്ങാം. പിന്നെ അഥവാ ഇഷ്ടമായിട്ടില്ലെങ്കിൽ റിട്ടേൺ അടിക്കുകയും ചെയ്യാം കേട്ടോ. മീഷോക്ക് ആ ഒരു ഞാൻ ഇതുവരെ ധാവണി എടുത്തതിൽ എനിക്ക് അങ്ങനെ ഒരു ഫ്ലോപ്പ് ആയിട്ടുള്ള ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. അപ്പം എനിക്ക് എല്ലാത്തിൻ്റെയും ഷാൾ വന്നിട്ട് ഷിഫോൺ വേണമെന്നായിരുന്നു. അതുകൊണ്ട് അത് നോക്കിയിട്ടാണ് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇതേ മോഡലുള്ള ഒരുപാടെണ്ണം അതിൽ കാണുന്നുണ്ട്. പക്ഷെ ചിലവരെടുത്ത് അതിൻ്റെ ആർട്ട് സിൽക്ക് തന്നെയാണ് ധാവണി കാണിക്കുന്നത് കേട്ടോ. ആ പേരിൽ അങ്ങനെ എഴുതിയതെങ്കിലും നമുക്ക് കയ്യിൽ കിട്ടുമ്പോൾ ടോപ്പും അതുപോലെ തന്നെ ബോട്ടവും വന്നിട്ട് ആർട്ട് സിൽക്കാണ് വരുന്നത്. പക്ഷെ ഷാൾ വന്നിട്ട് ഷിഫോൺ ആണ്. എനിക്ക് അതാണ് കൂടുതൽ കംഫർട്ടബിൾ ആയിട്ട്, കാരണം നല്ല ഭംഗിയായിട്ട് നിൽക്കുമല്ലോ. അതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് കേട്ടോ ചൂസ് ചെയ്തിട്ടുള്ളത്. ആദ്യത്തെ ധാവണി നോതാ ഈ ഒരു കളർ കോമ്പിനേഷൻ ആണ്, അടിപൊളിയാണ്. ലെങ്ത് പലരും ചോദിക്കുന്നതാണ്, എനിക്ക് നല്ല ലെങ്ത് ഉണ്ട് ചേച്ചി, എനിക്ക് ഒക്കോ എന്നുള്ളൊരു കാര്യം. എനിക്കുണ്ടല്ലോ ഏകദേശം ഈ ഒരു ലെവൽ മുതൽ താഴെ വരെ ഉണ്ട്. എനിക്ക് അത്യാവശ്യം നല്ല ഹൈറ്റ് ഉള്ള ഒരാളാണ് കേട്ടോ. ഒരാൾ തന്നെയാണ്. ഞാൻ ഹീൽസ് ഇട്ടിട്ട് ഇത് വെക്കുമ്പോൾ പോലും എനിക്ക് ഈ ഒരു ലെവൽ മുതൽ കിട്ടുന്നുണ്ട് കേട്ടോ. 162 ആ ഒരു ലെങ്ത്തിന് മുകളിലുള്ള ആൾക്കാർക്ക് പോലും 64 ആണെങ്കിലും അതിൽ കൂടുതലാണെങ്കിലും അത്യാവശ്യം നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ലെങ്ത് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് അത് പേടിക്കണ്ട. പിന്നെ ഒത്തിരി തടിയുള്ളവരാണെങ്കിൽ നമുക്ക് ഈ ഷാളിനാണ് ഒരു പ്രശ്നം വരിക. സാധാരണ ഷാളിനെക്കാട്ടി, അതായത് ഇപ്പോൾ അത്യാവശ്യം എനിക്ക് നല്ല ലെങ്ത്തും കിട്ടുന്നുണ്ട്, നല്ല ഇറക്കവും കിട്ടുന്നുണ്ട്. ആ ഒരു പ്രശ്നം എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ. പിന്നെ വരുന്നത് ബ്ലൗസ് പീസിന്റെ കാര്യമാണ്. നമുക്ക് സാരിയിലൊക്കെ എത്രയാണ് ബ്ലൗസ് പീസ് ഉണ്ടാവുക അതേപോലെ തന്നെയാണ് നമുക്ക് ഇതിനും ബ്ലൗസ് പീസ് വരുന്നത് കേട്ടോ. അതുകൊണ്ട് ഒത്തിരി തടിയുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ചെറിയ അഡ്ജസ്റ്റ്മെന്റ് എന്തായാലും വേണ്ടി വരും. ബാക്കിയൊന്നും കുഴപ്പമില്ല കേട്ടോ വാങ്ങിച്ചു നോക്കുന്നതിന്. പിന്നെ നമുക്കറിയാലോ, നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് തരുന്ന അവരുടെ ഒരു ടാലന്റും കൂടി അനുസരിച്ചിരിക്കും നമുക്ക് ഇതിന്റെ ബാക്കിയുള്ള അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പൊ ആദ്യത്തത് ഈ ഒരു കളർ കോമ്പിനേഷനാണ് എടുത്തത്. ഇനി രണ്ടാമത്തെ കളർ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഇതാണ്. മെറൂണും അതുപോലെ തന്നെ ഒരു ഗോൾഡൻ ഷെയ്ഡും വരുന്നതാണ് കേട്ടോ. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഷിഫോൺ ഷാൾ ആയതുകൊണ്ട് തന്നെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് ഒതുങ്ങി അങ്ങ് കിടന്നോളും. നല്ല രസമുണ്ട് കാണാനായിട്ട്. നമുക്ക് ഫംഗ്ഷന് പോലും യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. എന്താ വെച്ചാൽ ഭയങ്കര ഇതൊന്നല്ല, എന്നാൽ പോലും ഒരു യുണീക്ക് ലുക്ക് തന്നെയാണ് ഈ കളർ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ. ഈ 2 കളർ കോമ്പിനേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ഇത്തവണ ഞാൻ ചൂസ് ചെയ്തപ്പോൾ ഞാൻ വെച്ച് കൊള്ളാമല്ലോ അല്ലേ. ഇത്തവണത്തെ എൻ്റെ സെലക്ഷൻ വലിയ കുഴപ്പമില്ലാതെ തോന്നി കേട്ടോ. പക്ഷെ എനിക്കൊരു അബദ്ധം പറ്റിയിട്ടുണ്ട്. ഞാൻ അത് ഏറ്റവും ലാസ്റ്റ് പറയാം കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കളർ കോമ്പിനേഷൻ വരുന്നത്. ലെങ്ത് എല്ലാത്തിനും സെയിം ആണ്. അതുകൊണ്ടാണ് പിന്നെ ഞാൻ വീണ്ടും അതിൻ്റെ ലെങ്ത്തിനെ പറ്റിയിട്ട് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കാത്തത് കേട്ടോ. അപ്പോൾ ലെങ്ത് കാര്യങ്ങളൊക്കെ സെയിം ആണ്. അപ്പോൾ കളർ കോമ്പിനേഷൻ മാത്രം നിങ്ങൾ കണ്ടോളൂ കേട്ടോ. ഇനി മൂന്നാമത്തത് എന്ന് പറയുന്നത് ഞാൻ എടുത്തിട്ടുള്ളത് ഈ ഒരു റെഡും അതുപോലെ തന്നെ ബ്ലൂവും കോമ്പിനേഷനാണ്. ബ്ലൂ എന്ന് പറയുന്നത് നേവി ബ്ലൂ ആണ് കേട്ടോ വരുന്നത്. നേവി ബ്ലൂ കോമ്പിനേഷനാണ് വരുന്നത്. ഇതും അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. വേറൊരു കാര്യം പറയാനുള്ളത്, മെറ്റീരിയലൊക്കെ സെയിം ആണ് കേട്ടോ. വേറൊരു ഇപ്പോൾ ഇതിൽ നിങ്ങളിപ്പോൾ ഇതേ കളർ കോമ്പിനേഷൻ വെച്ച് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാടെണ്ണം അതിൽ കാണും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ലിങ്ക് പ്രൊവൈഡ് ചെയ്യുന്നത് അത് വെച്ചിട്ട് നിങ്ങൾ വാങ്ങണമെങ്കിൽ ഞാൻ വാങ്ങിച്ച സെയിം ആയിട്ടായിരിക്കും കിട്ടുക. അല്ലാത്ത ഇപ്പോൾ കളർ കോമ്പിനേഷൻ വെച്ചിട്ട് നിങ്ങൾ സെർച്ച് ചെയ്തിട്ട് ഇപ്പം ഷാൾ വേറെയാണ് വന്നതെങ്കിൽ എന്നെ പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല കേട്ടോ. അപ്പോൾ കുറേ പേര് ഷിഫോൺ ഷാളിൻ്റെ തന്നെ ചോദിച്ചു എന്നോട് ഇത് വീഡിയോ ചെയ്യുമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇത്ര ബൾക്കായിട്ട് ഞാൻ വാങ്ങിച്ചിട്ട് ചെയ്യുന്നത് കേട്ടോ.
പിന്നെ ഇത് എവിടെയാണ് വന്നതെന്ന് ചോദിച്ചാൽ ഇൻസ്റ്റാഗ്രാമിലാണ് കമൻറ്റ് കൂടുതലായിട്ട് വന്നത്. കാരണം നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ചെക്ക് ചെയ്തൊക്കെ മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഇതാണ് അടുത്തൊരു കോമ്പിനേഷൻ എന്ന് പറയുന്നത്. കൊള്ളാം കേട്ടോ. പിന്നെ ഷാള് ഞാൻ ഓൾറെഡി ഇത് യൂസ് ചെയ്തുകൊണ്ട് വാഷ് ചെയ്തിട്ടും എനിക്ക് വലിയ കുഴപ്പമൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. അതുകൊണ്ട് എനിക്കിതിൽ വലിയ പ്രോബ്ലം ആയിട്ട് തോന്നിയിട്ടില്ല. ഇനി അടുത്തൊരു കളർ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഇത് ഈ ഒരു കളറാണ്. പീക്കോക്ക് കളർ കോമ്പിനേഷൻ കേട്ടോ. പീക്കോക്കിൻ്റെ ഗ്രീനും അതുപോലെ ബ്ലൂവും കോമ്പിനേഷൻ ആയിട്ട് പൊന്നു നോക്കണം. ഇത് ഈ ക്യാമറയിൽ ഇത് എത്രമാത്രം ഭംഗിയായിട്ട് കിട്ടുന്നുണ്ട് എനിക്കറിയാം. ഇത് നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇനി മേ ബി ഓരോരുത്തരുടെ കളർ ഓരോരുത്തർക്ക് ഇഷ്ടപ്പെടുന്ന കളർ അതിൻ്റെ ആണെന്ന് എനിക്കറിയില്ല. എനിക്ക് എന്തായാലും ഈ കളർ കോമ്പിനേഷൻ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടു നോക്കിക്കോളൂ കേട്ടോ. ലെങ്ത്ത് കാര്യങ്ങളൊക്കെ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ സെയിം ആണ്. ഇങ്ങനെയാണ് വരുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളത് പറയാം. നിങ്ങൾക്ക് ഏതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായി എന്നുള്ളത് പറയാം കേട്ടോ. പിന്നെ എടുത്തിട്ടുള്ളൊരു കളർ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഈ ഡാർക്ക് റോസും അതുപോലെ തന്നെ പേർപ്പിൾ കളറും തമ്മിലുള്ള കോമ്പിനേഷനാണ്. ഇത് ശരിക്കും പറയാനുള്ളതെന്ന് വെച്ചാൽ ഇതിൻ്റെ യഥാർത്ഥ ഭംഗി ഞാൻ ഈ കാണിക്കുന്ന പോലെ ഈ ഒരു ഇമേജിലേക്ക് കൊണ്ടുവരാൻ എനിക്ക് പറ്റിയിട്ടില്ല. കാരണം മെയിനായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഫോണിൻ്റെ ഒക്കെ ചെറിയ ഒരു ക്യാമറയുടെ ഒക്കെ ചെറിയ കളി ഉണ്ടാവുമല്ലോ, അതുകൊണ്ടാണ്. പക്ഷേ ഈ പേർപ്പിൾ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ റോസും പേർപ്പിളും കോമ്പിനേഷൻ എന്ന് പറയുന്നത്. ഭയങ്കര വെറൈറ്റി ആയിട്ട് തോന്നി കേട്ടോ ഈ ഒരു കളർ കോമ്പിനേഷൻ. എനിക്ക് നല്ല ഇഷ്ടമായി. പിന്നെ എനിക്കൊരു അബദ്ധം പറ്റിയിട്ടുണ്ടെന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ ഞാൻ ഇതേപോലെ ഇമേജിൽ കണ്ടിട്ടുള്ള 2 എണ്ണം കൂടെ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അത് 2 സെയിം കളർ തന്നെ ആയി പോയിട്ടുണ്ട്. ഗ്രീനും ബ്ലൂവും കോമ്പിനേഷനും അതുപോലെ തന്നെ ഈ ഗോൾഡൻ ഇതുണ്ടോ ഇതിൻ്റെ കളർ കോമ്പിനേഷനും. പക്ഷേ ഈ മെറൂണും അതുപോലെ ഈ ഒരു ഗോൾഡൻ കോമ്പിനേഷൻ ഉണ്ടല്ലോ, ഇതിൻ്റെ ബോട്ടത്തിൽ മാത്രമുള്ള ആ ഒരു ലേസിൽ വന്ന ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. 2 സെയിം ആയിപ്പോയി കേട്ടോ. ആ ഒരു പ്രോബ്ലം വന്നിട്ടുണ്ടായിരുന്നു ഇത്രയും പർച്ചേസ് ചെയ്തതിൽ. ഏകദേശം 4000 സംതിങ്ങിനാണ് ഞാൻ ഇത്രയും സാധനങ്ങൾ പർച്ചേസ് ചെയ്തത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. പിന്നെ കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും കൂടി ഒന്ന് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. പിന്നെ ഷോർട്സിലും കൊടുത്തിട്ടുണ്ടാവും. പക്ഷേ ഷോർട്സിൽ നമുക്ക് മീഷോയുടെ ലിങ്ക് നമുക്ക് കൊടുക്കാൻ ഒരു ഓപ്ഷൻ ഇല്ല. ഫ്ലിപ്കാർട്ടിൽ നിന്ന് വേണമെങ്കിൽ ഏകദേശം സെയിം കളർ കോമ്പിനേഷൻ ഉള്ളത് ഞാൻ കൊടുത്തിട്ടുണ്ടാവും. നമുക്ക് ഇവിടെ വ്യൂ പ്രൊഡക്ട്സിൽ ഇങ്ങനെ കാണിക്കുമല്ലോ, അത് നിങ്ങൾക്ക് അത് നോക്കിയിട്ട് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.